നേപ്പാളിലെ സഖ്യകക്ഷി സർക്കാർ വീണിട്ടും അവസാനിക്കാതെ പ്രക്ഷോഭം. ജൻസി പ്രക്ഷോഭം തുടരുന്ന നേപ്പാളിൽ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കണമെന്ന് സൈന്യം അഭ്യർത്ഥിച്ചു. എന്നാൽ ഇതിനോട് ഇതുവരെ പ്രക്ഷോഭകാരികൾ പ്രതികരിച്ചിട്ടില്ല. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേർന്നു. അഭിലാഷ്, പ്രാഥമികമായി ഇന്റർനെറ്റ് സംവിധാനങ്ങൾ കട്ട് ചെയ്തതിനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിരോധനത്തിനോ അപ്പുറത്ത് അവിടെ പുകഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഇതിനു മുൻപ് ബംഗ്ലാദേശിലും ഒക്കെ കണ്ടിട്ടുള്ളതിന് സമാനമായ രീതിയിൽ സർക്കാരിനോട് തൊഴിലില്ലായ്മയുള്ള യുവാക്കൾ നടത്തിയ ഒരു പ്രക്ഷോഭമാണ് ഇതെന്നാണ് ആഴത്തിലുള്ള വിവരങ്ങൾ വരുമ്പോൾ മനസ്സിലാവുന്നത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഈ പ്രക്ഷോഭത്തിന് ഒരു പരിഹാരമുണ്ടാവുക സാധ്യമാണോ? എങ്ങനെയാണ് ഈ സൈന്യത്തിന്റെ ആഹ്വാനത്തോട് പ്രക്ഷോഭകാരികൾ പ്രതികരിക്കുന്നത്? ശ്രീജ, നേപ്പാൾ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. അതായത് നേപ്പാളിന്റെ ഭാവി എന്ത് എന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. ശ്രീജ സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. അതായത് ഈ പ്രക്ഷോഭത്തിന്റെ സ്വഭാവം എന്നത് ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ വിലക്കിയതായിരുന്നു എങ്കിലും അതിന്മേലുള്ള തീരുമാനങ്ങൾ സർക്കാർ സ്വീകരിക്കുകയും അങ്ങനെ ആ വിലക്ക് നീക്കുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല പ്രധാനമന്ത്രി, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അധികാരം ഒഴിയുകയും ചെയ്തു. അപ്പോഴും ഈ പ്രക്ഷോഭത്തിന് അയവ് വന്നിട്ടില്ല. പ്രക്ഷോഭത്തിന്റെ ആക്രമണ സ്വഭാവം ഏതാണ്ട് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും പ്രക്ഷോഭത്തിന് അയവ് വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെയാണ് സൈന്യം യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാകുന്നത്. അതായത് പ്രക്ഷോഭകരുടെ ആവശ്യങ്ങളുടെ സ്വഭാവം എന്നത് വ്യത്യസ്തമാണ്. മാത്രവുമല്ല സാധാരണ നിലയിൽ ഏതൊരു പ്രക്ഷോഭവും രൂപപ്പെടുമ്പോൾ അതിന് ചില നായകർ ഉണ്ടാകും, അതല്ല എങ്കിൽ നേതൃത്വം നൽകുന്നവർ ഉണ്ടാകും. ഈ ജൻസി പ്രക്ഷോഭത്തിന് അങ്ങനെ ഒരു നായകരോ നേതൃത്വമോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യത്തെ വലിയ തോതിൽ പ്രതിസന്ധിയിലാഴ്ത്തുന്നത്. ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കണമെന്നും ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും ഈ ജൻസി ജനക്കൂട്ടത്തോട് ആവർത്തിക്കുന്നുണ്ട് സൈന്യം. അതോടൊപ്പം സമാധാനത്തിന്റെ പാതയിലേക്ക് തിരികെ വരണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇവരെ ആരാണ് നയിക്കുന്നത് എന്നതാണ് ശ്രീജ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മാത്രവുമല്ല ഈ ജൻസി പ്രതിഷേധങ്ങൾക്ക് ഒരു രാഷ്ട്രീയ സ്വഭാവമില്ല. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അകലം പാലിക്കുന്നവരുടെ വലിയ കൂട്ടായ്മയും അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മകളിൽ തന്നെ ഉള്ളവർക്കിടയിലെ അഭിപ്രായ ഭിന്നതയുമാണ് ഇപ്പോൾ വലിയ തോതിൽ സൈന്യത്തെ കുഴപ്പത്തിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തുമ്പോൾ പോലും ആരാണ് ഈ ജൻസി പ്രക്ഷോഭകരോട് സംസാരിക്കുക, അവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം ആർക്കാണുള്ളത്? ഇതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. എങ്കിലും പ്രക്ഷോഭകരുടെ ഭാഗത്ത് നിന്ന് ചില പേരുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പേര് എന്നത് മുൻ റാപ്പറും കാഠ്മണ്ഡു മേയറുമായിട്ടുള്ള ബലേന്ദ്ര ഷായുടേത് ആണ്. മറ്റൊരു പേര് മുൻ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയുടെ മേധാവി റാബി ലാമിച്ച് എന്നിവരുടെ പേരുകൾ ആണ്. ഇവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. രാജ്യത്ത് നടക്കുന്ന അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധങ്ങൾക്ക് വലിയ ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന രണ്ട് നേതാക്കളാണിവർ. പക്ഷേ അപ്പോഴും ശ്രീജ, ഈ നേതാക്കളുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഈ നേതാക്കളുടെ ആഹ്വാനത്തിലോ അല്ല ഈ ജൻസി പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. യുവാക്കൾ, കോളേജ് വിദ്യാർത്ഥികൾ, സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ ആണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അവരെ നിയന്ത്രിക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായി മാറുന്നു. ഒപ്പം ശ്രീജ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രക്ഷോഭകർ ഇപ്പോൾ പറയുന്ന ആ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്നത് തൊഴിലില്ലായ്മയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണണം, സമ്പദ്ഘടനയെ തിരികെ കൊണ്ടുവരണം, സമൂഹത്തിൽ വലിയ സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലുകളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം തുടർച്ചയായി സമ്പന്നരായി മാറുകയും മറുവിഭാഗത്തിന് സാമ്പത്തിക ശേഷിയിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യവുമാണുള്ളത്. അത് മാറ്റണം. വിദ്യാഭ്യാസം ഉള്ള ആളുകൾക്ക്, യുവ തലമുറയ്ക്ക് മെച്ചപ്പെട്ട ജോലി ലഭിക്കണം. അതായത് രാജ്യത്തെ 82% തൊഴിലാളികളും സാധാരണ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ആണ്. അതുപോരാ, ആ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തണം, ഉയർന്ന ശമ്പളവും വേതനവും ആനുകൂല്യങ്ങളും നൽകണം. ഇതാണ് ഈ പ്രതിഷേധത്തിന്റെ ഒരു പൊതു സ്വഭാവം. മാത്രമല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട്, അതായത് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അതിൻ്റെ രാഷ്ട്രീയ എതിരാളികളോട് ജൻസികൾ ഏതെങ്കിലും തരത്തിൽ അനുഭാവം പുലർത്തിയിരുന്നുവെങ്കിൽ അവരെ ഈ സമാധാന ചർച്ചകൾക്ക് വേണ്ടി നിയോഗിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയുമല്ല. അതായത് ജൻസികൾ ഇപ്പോൾ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി, കൃത്യമായി പറഞ്ഞാൽ 2008 ശേഷം നേപ്പാളിൽ ഭരണത്തിൽ ഏറുന്നവർ മാറി മാറി ഭരണത്തിൽ വരികയും അവർ ഒരു കൂട്ടുകച്ചവടം എന്ന നിലയിൽ തന്നെ ഈ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ വലിയ അഴിമതി നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രധാനമന്ത്രിയായിരുന്ന KP ശർമ്മ ഒലി
രാംചന്ദ്ര പട്ടേൽ അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്, രാജിവെച്ചു. പുഷ്പകമാൽ ദഹൽ പ്രചണ്ഡ, അതോടൊപ്പം 5 തവണ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷേർ ബഹാദൂർ ദ്യൂബ, ഇങ്ങനെ ഉള്ളവർ ഒക്കെയാണ് ഇപ്പോഴും നേപ്പാളിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ തലവന്മാരായി ഇരിക്കുന്നത്. ഇവർ അധികാരത്തിൽ മാറി മാറി വരുന്നു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് രാജ്യത്തിന് ഗുണമൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് ഇനി എന്താണ് വേണ്ടത്? ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് എന്നത്, അല്ലെങ്കിൽ ഇതിനെല്ലാം ബദലായി ഇവരെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ഈ ജൻസികൾക്ക് ഇല്ല. അവർക്കൊരു സംഘടിതമായ സ്വഭാവവുമില്ല, അവർക്കൊരു നേതൃത്വവും ഇല്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ആശങ്കപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ വർഷം തന്നെ മാർച്ച് മാസത്തിൽ ഒരു പ്രതിഷേധം നേപ്പാളിൽ ഉണ്ടായിരുന്നു. അതും വിചിത്രമായൊരു പ്രതിഷേധമായിരുന്നു. അതായത് ജനാധിപത്യ രാജ്യത്ത് നിന്ന് രാജഭരണത്തിലേക്ക് തിരികെ പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ അന്ന് തെരുവിലിറങ്ങിയത്. ആ പ്രക്ഷോഭത്തിൽ 2 പേർ മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ഭരണകൂടത്തിന് പോലീസിനെയും പട്ടാളത്തെയും ഒക്കെ ഉപയോഗിച്ച് ആ പ്രതിഷേധത്തെ ഇല്ലാതാക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ ജൻസി പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ ഈ ഒരു കോണുകളിൽ നിന്ന് എങ്കിലും, അല്ലെങ്കിൽ ചെറിയ ഒരു വിഭാഗം ആളുകളെങ്കിലും രാജഭരണത്തിലേക്ക് നേപ്പാൾ തിരികെ പോകണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. നേരത്തെ രാജാവായിരുന്ന ജ്ഞാനേന്ദ്ര ഷായെ തിരികെ വിളിച്ച് ഭരണമേൽപ്പിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ നേപ്പാളിന്റെ റിപ്പബ്ലിക് സ്വഭാവം മാറ്റി റിപ്പബ്ലിക് വീണ്ടും, നമുക്കറിയാം നേപ്പാൾ പണ്ട് ഹിന്ദു രാഷ്ട്രമായിരുന്നു. ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രം എന്ന നിലയിലാണ് നേപ്പാൾ അറിയപ്പെട്ടിരുന്നത്. അതിലേക്ക് തിരികെ വരണമെന്ന് മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നു. അപ്പോൾ സൈന്യം യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ജൻസി വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു, രാജ്യത്ത് ഒരു പുതിയ കാൽവെപ്പ് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. അതേസമയം തന്നെ മറ്റ് ചില കോണുകളിൽ നിന്ന് രാജഭരണത്തിലേക്കും ഹിന്ദു രാഷ്ട്രത്തിലേക്കും തിരികെ പോകണമെന്ന ആവശ്യവും ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ അസ്ഥിരത എന്നും നേപ്പാളിനെ വേട്ടയാടിയിരുന്നു. എന്നും അതിൽ ആടിയുലഞ്ഞൊരു രാജ്യമാണ് നേപ്പാൾ. നേപ്പാളിലാണ് ഇപ്പോൾ യുവാക്കൾ ഒരു പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുമ്പോൾ ആരെ വിളിച്ച് ചർച്ച ചെയ്യണമെന്നറിയാതെ സൈന്യം പ്രതിസന്ധിയിലാവുന്നത്. പ്രക്ഷോഭകർ ഇതുവരെയും ഒരു മറുപടി നൽകിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം.